അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇനി തുടരെ അങ്ങോട്ട് വീഡിയോകളുമായി എത്താമെന്ന വിശ്വാസത്തോടുകൂടി പുതിയൊരു വീഡിയോ ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ബേസിക്കുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകുന്ന രീതിക്കാണ് ഈ ഒരു പുതിയ വീഡിയോസ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ബേസിക്കുകൾ ആദ്യം കവർ ചെയ്തതിന് ശേഷമായിരിക്കും ഇത് നമ്മളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോയിനറിയുമായിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ടോ അതോ അല്ലെങ്കിൽ ഒരു ഫിറ്റ് ഔട്ടുമായിട്ടോ ബന്ധപ്പെട്ട രീതിക്ക് ഈ ഒരു സോഫ്റ്റ്വെയറുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യം എല്ലാ സോഫ്റ്റ്വെയറുകളും ഇതിൽ കവർ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെന്ന് പറഞ്ഞാൽ ആഡ് ക്യാം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോകാഡ്, 3ds Max, സ്കെച്ചപ്പ്, D5 റെൻഡർ മുതലായ സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ഈ ഒരു സീരീസായിട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഷോപ്പ് ഡ്രോയിങ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഡെസ്കിൻ്റെ ആഡ് ക്യാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. CNCയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോയിനറി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇതൊരു ക്യാം സോഫ്റ്റ്വെയറാണ്. CNC പോലുള്ള മെഷീനിങ് ചെയ്യുന്ന മേഖലകളിൽ യൂസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ്. 2018 ഓട്ടോഡെസ്ക് അവസാനമായി ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ റിലീസ് ചെയ്തത്. അതിനുശേഷം ഓട്ടോഡെസ്ക് ഈ ഒരു സോഫ്റ്റ്വെയർ റിലീസ് നിർത്തുകയാണ് ഉണ്ടായത്. കാരണം മറ്റ് നിരവധി ക്യാം സോഫ്റ്റ്വെയറുകൾ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് അധികം മെച്ചമൊന്നും കിട്ടാത്തതിനാലും ഇതിൻ്റെ പഴയ പല വേർഷനുകളും ഇപ്പോഴും ആൾക്കാർ പുതിയ കാലഘട്ടത്തിലും ഉപയോഗിച്ച് പോകുന്നത് കൊണ്ട് തന്നെ പുതിയ വേർഷനുകൾ പർച്ചേസ് ചെയ്യുന്നത് പൊതുവെ കുറവായതിനാലും അവർ ഈ ഒരു സോഫ്റ്റ്വെയർ കണ്ടിന്യൂ ചെയ്ത് നിർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് 2018 ആയിരിക്കും. ഈ 2018 വേർഷൻ നമുക്ക് അത്യാവശ്യം എല്ലാ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ക്രാക്ക് വേർഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. ഇൻ്റർഫേസ് ഇവിടെ ഓട്ടോഡെസ്ക് ആഡ് ക്യാം എന്നുള്ള എൻ്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫയല്, ന്യൂ മോഡൽ, ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ മുതലായ യൂഷ്വലി നമ്മൾ സോഫ്റ്റ്വെയറുകളും മറ്റും കണ്ടുവരാറുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഇതിലുള്ളത്. റീസെൻ്റ് മോഡൽ ഏതെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സാധാരണ ഇതിൽ നമ്മൾ ആഡ് ക്യാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഒന്നെങ്കിൽ 3D പരമായിട്ട് ഉള്ള എന്തെങ്കിലും വുഡൺ പീസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവർ അതുപോലുള്ള വുഡൺ ആർട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കട്ടിങ്, ഗ്രൂയിങ് പോലുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾ CNC റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിനായാലും നമ്മളൊരു പുതിയ മോഡൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ന്യൂ മോഡൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ മോഡൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1000x1000 mm ഒരു ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഷേപ്പിലുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസ് ആയിരിക്കും. ഓക്കെ, ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നമ്മൾ മെഷീൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും ഒരു 3D മോഡലോ 2D മോഡലോ എന്തെങ്കിലും ഒരു കട്ടിങ്ങോ എന്തുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ മെഷീൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മെഷീൻ അതിൻ്റെ മോഡലിനെ 0 ആയിട്ട് പരിഗണിക്കുന്ന പോയിൻ്റ് ഈ ഒരു എൽ ഷേപ്പ് എവിടെയാണോ ഇരിക്കുന്നത് അതിനെ അനുസരിച്ചിരിക്കും. ഇപ്പം ഞാനിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ അതിൻ്റെ 0 ആയിട്ട് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് പരിഗണിക്കുന്ന ആക്സിസ് എന്ന് പറയുന്നത്
ഇതായിരിക്കും, ഈ ഒരു കോർണറായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും മെഷീൻ പരിഗണിക്കുന്നത്. അതേപോലെ ഇങ്ങനെ ഒരു 4 സൈഡിലും അല്ലെങ്കിൽ സെൻട്രൽ പോയിൻറ്റിലും നമുക്ക് ഈ ആക്സസിനെ മാറ്റി പ്ലേസ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഈ ആക്സസ് പോയിൻ്റ് ഈ ഒരു കോർണറിൽ ആണ് കൊടുക്കാറുള്ളത്. അതിനുശേഷം നമുക്ക് മോഡലിൻ്റെ സൈസ്, വിഡ്ത്ത്, എക്സ് ആക്സസിൽ എത്ര നമ്മൾ ചെയ്യാൻ പോകുന്ന മോഡലിന് വലിപ്പം വേണമെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. എക്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ കാണുന്ന ആക്സസ് ആണ്. താഴെ കാണുന്ന വിഡ്ത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എക്സ് ആക്സസ്. ഇവിടെ വിഡ്ത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ളത് ഹൈറ്റാണ്. വൈ ആക്സസിൽ എത്ര വലിപ്പം വേണം എന്നുള്ളതാണ് ഈ ഒരു ആക്സസിൽ. അപ്പോൾ ഇവിടെ രണ്ടും 1000x1000 ആയതുകൊണ്ടാണ് നമുക്ക് എക്സ് വൈ ആക്സസ് 1000x1000 ആയതുകൊണ്ട് റെക്റ്റാങ്കിളായിട്ട് ഇവിടെ കാണിക്കുന്നത്, ഒരു സ്ക്വയറായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് 2000x2000 പോയിൻ്റാണ്. ടോട്ടൽ ഏകദേശം 4,40,00,000 പോയിൻറ്റ്സാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റെസൊല്യൂഷൻ വേണമെങ്കിൽ നമുക്കിനി ഇൻക്രീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് വൈ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് റെസൊല്യൂഷൻ ഇൻക്രീസ് ആവുന്നതും അതിന് ഈക്വലൻ്റ് ആയിട്ടായിരിക്കും. ഓക്കെ. പക്ഷേ സാധാരണ ഇതിൽ നമുക്ക് ഈ റെസൊല്യൂഷൻ 2000x2000 റെസൊല്യൂഷൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ യൂണിറ്റ് ഇവിടെ നമ്മളെല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്നത് mm ചെയ്യാനാണ്. ഇഞ്ചസിൽ നിലവിൽ ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. യൂണിറ്റ് ഇഞ്ചിലും mm യൂസ് ചെയ്യാം. പക്ഷേ 99% നമ്മൾ mm തന്നെയാണ് ഈ ഒരു യൂണിറ്റ് കൊടുക്കാറുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലിക്ക് ഇൻ ദ കോർണർ ഓർ സെൻറ്റർ ഓഫ് ദ ബോക്സ് അബോവ് ടു സെലക്ട് ദ ജോബ് ഒറിജിൻ. അതായത് ഈ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒറിജിൻ പോയിൻ്റായിട്ട് എവിടെ വേണമെന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്. അതായത് ആക്സസ് പോയിൻ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും. ഇവിടെയാണ് ഒരു മോഡൽ ഇരിക്കുന്നതെങ്കിൽ മെഷീൻ ആദ്യം അതിൻ്റെ 0 ആയിട്ട് ഇതിനെ പരിഗണിച്ചതിന് ശേഷം ഇവിടെ നിന്നായിരിക്കും എത്ര ദൂരത്തിലേക്കാണോ പീസ് ഇരിക്കുന്നത് എന്നുള്ളത് പരിഗണിച്ച് മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 3D വ്യൂ, 2D വ്യൂ എന്ന് പറയുന്ന 2 സ്വിച്ചിങ് ടാബുകളുണ്ട്. 3D വ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ 3D ബന്ധപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി കിട്ടുന്ന ഒരു വർക്ക് സ്പേസാണ് ഈ 3D വ്യൂ എന്ന് പറയുന്നത്. 2D വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈനുകളും ഗ്രൂവും കാര്യങ്ങളൊക്കെ മാത്രമേ, അതായത് വെക്ടറുകൾ മാത്രമേ നമുക്ക് ഇവിടെ വിസിബിൾ ആകത്തുള്ളൂ. നമ്മളൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇതിവിടെ വിസിബിൾ ആവും. പക്ഷേ ഈ റെക്റ്റാങ്കിളിന് ഒരു ഹൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഷേപ്പോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് 3D വ്യൂവിലേക്ക് പോയാലേ പറ്റുകയുള്ളൂ. അതാണ് ഈ ഒരു 2 ടാബിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് സ്വിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനു ബാറാണ്. ഈ കാണുന്നതാണ് മെനു ബാർ. മെനു ബാർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഐറ്റങ്ങളുണ്ട് എന്നുള്ളത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ബാറാണ്. ഇതിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മെനു ബാറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും അതെല്ലാം തന്നെ ഈ മെനു ബാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് മെനു ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയല്, എഡിറ്റ്, വ്യൂ, മോഡൽ, വെക്ടർ, ബിറ്റ് മാപ്പ്, റിലീഫ്, ടൂൾ പാത്ത്, 3D പ്രിൻറ്റിങ്, വിൻഡോ, ഹെൽപ്പ് പോലെ നിരവധി ടാബുകളുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ കവർ ചെയ്യാം. അതിന് ശേഷം അതിന് താഴെ വരുന്നതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ, ഈ 2 പോർഷൻസിനെ നമുക്ക് ടൂൾ ബാർ എന്ന് വിളിക്കാം. വിവിധങ്ങളായ ടൂളുകൾ
നമുക്ക് മെനുവിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ടൂളുകളും ഇവിടെ അവൈലബിൾ ആണ്. മെനു ബാറിൽ തന്നെയുള്ള അതിൻ്റെ എല്ലാം ടൂളുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസാണ് ഈ 2 ലൈനിൽ കാണുന്നത്. ഇതാണ് ടൂൾ ബാർ. ഇതിൽ ന്യൂ, ഓപ്പൺ, സേവ്, കട്ട്, പേസ്റ്റ്, അൺഡു, റീഡു മുതലായ നിരവധി മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിരവധി ടൂളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ടൂൾ ബാർ എന്ന് പറയും. അതിനുശേഷം ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ഡ്രോയിങ് ടൂൾ ബാർ. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ഡ്രോയിങ് നിർമ്മിക്കണമെങ്കിൽ അതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടൂളുകൾ അടങ്ങിയ ഒരു ബാറാണ് ഈ ഒരു ഡ്രോയിങ് ടൂൾ ബാർ, ഈ ഒരു സൈഡിൽ കാണുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ കാണാൻ കിട്ടുന്നതാണ് കളർ പാനൽ. കളർ പാനൽ നമുക്ക് വിവിധങ്ങളായ കളറുകൾ നമ്മുടെ മോഡലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കളറുകളും മറ്റും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനലാണ് ഈ ഒരു കളർ പാനൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ആഡ് ക്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ബാറുകളും കാര്യങ്ങളൊക്കെ. ഇനി ഓരോരോ ടൂളുകൾ അല്ലെങ്കിൽ ഓരോരോ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രോയിങ് ടൂൾസുകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ടൂളുകളാണ് ഈ ഒരു ഡ്രോയിങ് ടൂളുകൾ. അതായത് ആദ്യം വരുന്ന പോളിലൈൻ എന്ന് പറയുന്ന ടൂള് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മോഡലുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ടൂള്, സർക്കിൾ എന്ന് പറയുന്ന ടൂള്, അത് കഴിഞ്ഞിട്ട് വരുന്ന പോളിഗൺ ടൂള്, ആർക്ക് ടൂള്. ഈ ഒരു 4 ടൂള് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആഡ് ക്യാം ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോയിങ്ങുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മറ്റേത് സോഫ്റ്റ്വെയറിലെ പോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4 ടൂളുകളാണ് ഈ പറയുന്ന 4-5 ടൂളുകളാണ് ഈ കാണുന്ന ടൂളുകൾ. അപ്പോൾ ആദ്യത്തെ ടൂളെന്ന് ആദ്യത്തെ ടൂളായിട്ട് നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ എന്നുള്ള ടൂളൊന്ന് പരിചയപ്പെടാം. റെക്റ്റാങ്കിൾ ടൂളിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും. സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ. നമുക്കിവിടെ ഒരു സ്ക്വയറാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, റെക്റ്റാങ്കിളാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമ്മൾ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ. കാരണം 400 എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 400 എന്ന വാല്യൂ ഹൈറ്റിലും വരും. കാരണം നമ്മൾ സ്ക്വയർ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയറിൻ്റെ 2 വശങ്ങളിലേക്കുള്ള മെഷർമെൻറ്റ് തുല്യമായിരിക്കും. അതായത് 4 വശത്തേക്കും ഉള്ള അളവ് തുല്യമായിരിക്കും. അതിനാൽ തന്നെ നമുക്ക് എന്ത് വാല്യൂ വിഡ്ത്തായി കൊടുക്കുന്നു അതേ വാല്യൂ തന്നെ ഹൈറ്റായും വരും. ഇപ്പോൾ ഹൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിലും അതേ വാല്യൂ തന്നെ വിഡ്ത്തിലും വരും. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ വാല്യൂസും വേറെ വേറെ കൊടുക്കാൻ സാധിക്കും. 500, 400 എന്നുള്ള വാല്യൂസ്. അപ്പോൾ ഒരു നോർമലി ഒരു ഓപ്ഷന് മാത്രമാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഇത് രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് കോർണർ റേഡിയസ് എന്നുള്ളതാണ്. കോർണർ റേഡിയസ് നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റെക്റ്റാങ്കിളിലെ കോർണറുകളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കോർണർ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയസ് ആവശ്യമുള്ള റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആ ഒരു റേഡിയസ് വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 20 എന്നുള്ള റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 20 റേഡിയസ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ 25 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 റേഡിയസിലേക്കുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി. റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറിലും 25 mm റേഡിയസോടുകൂടിയ റെക്റ്റാങ്കിളാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് മറ്റുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം മാനുവലി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് തന്നെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. ഈ ഒരു സർഫസിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഈ ഒരു പ്ലസ് ഐക്കൺ വന്നു കഴിഞ്ഞാൽ ആ ടൂൾ ആക്റ്റീവ് ആണെന്നാണ് അതിനർത്ഥം. ഈ പ്ലസ് ഐക്കൺ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മൗസ് ഡ്രാഗ് ചെയ്തും ഇത്തരത്തിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മാനുവലി റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം.
അതല്ലാതെ ഉള്ള ഓപ്ഷൻസാണ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ വന്ന് വാല്യൂസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആവശ്യമായ റേഡിയസ് കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇൻവേർട്ട് കോർണർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേഡിയസ് അകത്തേക്ക് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. ആ ഒരു കോർണറിൻ്റെ അകവശത്തേക്ക് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. റേഡിയസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പുറത്തേക്കാണ് ക്രിയേറ്റ് ആകുന്നത്. നമ്മൾ ഇൻവേർട്ട് എന്ന ഓപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് അത് ആ ഒരു കോർണർ അകത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫ്രെയിം കാര്യങ്ങളൊക്കെ, ഒരു മിററിൻ്റെ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇൻസൈഡിലേക്ക് ഒരു കോർണർ ക്രിയേറ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻവേർട്ട് കോർണർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻറ്റർ പോയിൻ്റ് എന്നുള്ളത് ഇവിടെ 500x500 എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് ടോട്ടൽ ഈ ഒരു മോഡലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1000x1000 ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹാഫായിട്ടുള്ള 500x500 വന്നിരിക്കുന്നത്. ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡ്രോയിങ് ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നതെന്നാണ് ഈ ഒരു 500x500 കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വാല്യൂയിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ മോഡൽ ആ ഒരു മൂലയിലേക്കോ അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ വാല്യൂ ചേഞ്ച് ആക്കിയത് ആ ഒരു സൈഡിലേക്ക് മാറി ക്രിയേറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ 500x500 തന്നെ വയ്ക്കുന്നതാണ്. അതിൽ ചേഞ്ച് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ചില കേസുകളിൽ മാത്രം എന്തെങ്കിലും സൈഡിലേക്കൊക്കെ മാറ്റി പ്ലേസ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ അത് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് സാധിക്കുന്നതുമാണ്. അതിന് ശേഷം വരുന്ന ഒരു ഓപ്ഷനാണ് ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 45 ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു 45 ആംഗിൾ ചരിഞ്ഞിട്ടായിരിക്കും. -45 കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചരിഞ്ഞിട്ട് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ 90 കൊടുക്കാം. നമുക്ക് ഏത് ആംഗിളിലേക്കും ഈ റെക്റ്റാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആംഗിൾ കൊടുത്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു 15 ഡിഗ്രി കൊടുത്തതിന് ശേഷം ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 15 ഡിഗ്രിയിലേക്ക് ഇത്തരത്തിൽ ചരിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആവും. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരുന്ന ഓപ്ഷൻ ഇൻവേർട്ട് റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അകത്തേക്കാണ് ഇതിൻ്റെ കോർണർ റേഡിയസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കിൾ ടൂളിനകത്തുള്ള ഓപ്ഷൻസ്. റെക്റ്റാങ്കിൾ ടൂളിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആണെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ സ്ക്വയറാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്ക്വയർ എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വിഡ്ത്ത് ഹൈറ്റ് എന്ന് കൊടുക്കാം. റെക്റ്റാങ്കിൾ സ്ക്വയറാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സൈസ് കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്ക് വരുന്നത് കോർണർ റേഡിയസ് ആവശ്യമുണ്ടെങ്കിൽ കോർണർ റേഡിയസ് കൊടുക്കാം. കോർണർ റേഡിയസ് അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവേർട്ട് കോർണർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൊസിഷൻ എത്ര ദൂരത്തേക്ക് മാറിയിരിക്കണം, സെൻറ്റർ പോയിന്റിൽ നിന്ന് എത്ര ദൂരത്തേക്ക് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ആ വാല്യൂസും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആയി കൊടുക്കാൻ സാധിക്കും. പിന്നീട് വരുന്ന ആംഗിളാണ്. എത്ര ആംഗിളിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ആകണമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ആ ഒരു ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ കവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 25 ഏതെങ്കിലും ഒരു ആംഗിൾ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആംഗിളിലേക്ക് റെക്റ്റാങ്കിളിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റെക്റ്റാങ്കിളിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 25ൻ്റെ ഔട്ട്വേർഡ് റേഡിയസ് ഉള്ള ഒരു റെക്റ്റാങ്കിൾ കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂളിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത വരുന്ന ടൂളാണ് സർക്കിൾ ടൂൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ക്രിയേറ്റ് പോളിലൈനർ എന്നുള്ള ടൂള് സ്കിപ്പ് ചെയ്തതല്ല. ഈ ഒരു ടൂള് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമേജൊക്കെ വെച്ചതിന് ശേഷം അത് വരച്ച് ട്രേസ് ചെയ്ത് കാണിച്ചാൽ ക്ലിയറായിട്ട് അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും നോഡ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്നിട്ട് കവർ ചെയ്യുന്നത്. അപ്പം അടുത്തത് വരുന്നത് നോർമൽ ഒരു സർക്കിൾ ടൂളാണ്. സർക്കിൾ ടൂളിൽ പ്രത്യേകിച്ച് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഓപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന്, റേഡിയസ് കൊടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയമീറ്റർ കൊടുത്തുകൊണ്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. രണ്ടായാലും നമുക്ക് ഏകദേശം ഒരേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഇപ്പം 1000ൻ്റെ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു 500 ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ വേണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ 250 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ആവും. നേരെ മറിച്ച് ഞാനിവിടെ ഡയമീറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ അത് 500 എന്ന് കൊടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അതുപോലെ തന്നെ സർക്കിൾ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം എന്നുള്ളത്, ഇത് ബൈ ഡിഫോൾട്ടായിട്ട് 0 ആണ് വരുന്നത്. അതുകൊണ്ടാണ് സർക്കിളിൻ്റെ ഒരു സെൻറ്റർ ഈ ഒരു കോർണർ 0 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഒറിജിൻ പോയിൻ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 0 എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് 0 വരുന്നത് നമുക്ക് 500/500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോഡലിൻ്റെ സെൻറ്ററിലേക്ക് കിട്ടും. കാരണം നമ്മുടെ മോഡലിൻ്റെ ടോട്ടൽ സൈസ് എത്രയാണ്? 1000/1000 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 500/500 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 500/500 എന്ന് കൊടുക്കുമ്പോൾ നമുക്കിത് സെൻറ്ററിലേക്ക് കിട്ടുന്നത്. ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നൊരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. വിത്ത് ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ക്ലിക്ക് ചെയ്യാതെ ഒരു ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള ഡിഫറൻസ് ഞാനിപ്പോൾ കാണിച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഓൾറെഡി ഒരു സർക്കിൾ വന്നു, ഡിഫറൻസ് ഒന്നും തന്നെ കാണാനില്ല. ഇത് നമുക്ക് ഇവിടോട്ട് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും ഞാൻ സർക്കിൾ ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം സെൻറ്റർ പോയിൻ്റായിട്ട് 500/500 കൊടുക്കുന്നു. ഡയമീറ്റർ എന്നുള്ളത് 250 തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർക്കിളും ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർക്കിളും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് നോഡ് എഡിറ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നോഡ് എഡിറ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു നോഡിനെ അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു നോർമലി വേറെ എന്തെങ്കിലും ഒരു ഷേപ്പാക്കി ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും നോഡ് എഡിറ്റിലേക്ക്. അതായത് ക്രിയേറ്റ് വിത്തൗട്ട് ആർക്ക് അല്ലെങ്കിൽ ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർക്കിളായിരുന്നു ഇത്. അതേസമയം നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓരോ ഭാഗങ്ങളും ഇതിൻ്റെ ഓരോ 25% ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർക്ക് വെച്ചിട്ടാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ നോഡ് എഡിറ്റ് വെച്ചിട്ട് ഇതിനെ വലിച്ച് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുമ്പോഴേ കണ്ടോ മറ്റേ ഒരു ഷേപ്പിലേക്കല്ല വരുന്നത്. ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ ആർക്കാണ്. ഇതൊരാർക്കാണ്, 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 ഇതൊരാർക്കാണ്. ഈ 4 ആർക്കുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ആർക്ക്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ആർക്ക്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ആർക്ക്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ആർക്ക് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത്തരത്തിൽ 4 ആർക്കുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ സാധാരണ ഒരു സർക്കിൾ ആർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എങ്ങോട്ട് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കിൾ ഓപ്ഷനിൽ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എങ്കിലും എന്നിരുന്നാൽ കൂടി 2 രീതിക്ക് നമുക്ക് സർക്കിളിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിയേറ്റ് വിത്ത് ആർക്ക് എന്നുള്ളതും ക്രിയേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടും ചെക്ക് ചെയ്യാതെ ഓരോ മോഡലിംഗ് അല്ലെങ്കിൽ 3Dയുടെ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതാണ് അടുത്ത ടൂൾ എന്ന് പറയുന്നത്. ഇതിന് അത്ര ഓപ്ഷൻസാണുള്ളത്. എക്സ് വൈ എവിടെയാണ് ക്രിയേറ്റ് ആവണമെന്നുള്ളത്, ഏത് പോയിന്റിൽ ക്രിയേറ്റ് ആവണമെന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് കൊടുക്കുന്നു. ആ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ക്രിയേറ്റ് വിത്ത് ആർക്ക് ഓർ ക്രിയേറ്റ് വിത്തൗട്ട് ആർക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ടൂളാണ്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. അടുത്ത സർക്കിൾ ടൂളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എലിപ്സ് ഏത് സർക്കിളിൻ്റെ അവിടെ ചെറിയൊരു ആരോ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർണറിൽ കാണാം ചെറിയൊരു ആരോ അവിടെ നമ്മൾ മൗസ് കൊണ്ട് വയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ആരോ അവിടെ വിസിബിൾ ആവുന്നുണ്ട്. ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിൽ നിന്ന് എലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഓപ്ഷനിൽ. അപ്പോൾ 2 ആരോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിനകത്ത് ഒന്നിലധികം ടൂളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആരോകളിലെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം ടൂളുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എലിപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിപ്സിലും എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എക്സും വൈയും ക്രിയേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ 500/500 കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സെൻറ്ററിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ വിഡ്ത്ത് എലിപ്സിന് 2 സൈസ് ഉണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും. അതുപോലെ
അത് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. 600 എന്ന വിഡ്ത്ത് ഞാനിവിടെ കൊടുത്തു. 380 എന്നൊരു ഹൈറ്റ് കൊടുത്തു. അതിനുശേഷം ആംഗിൾ മുന്നേ നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഡിഗ്രിയിലേക്ക് ചരിച്ച് വയ്ക്കണമെങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്ര തന്നെ ഉള്ളൂ. അതിനകത്തും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എലിപ്സിൻ്റെ ഡയമെൻഷനായിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏത് പൊസിഷൻ ക്രിയേറ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. ഏതെങ്കിലും ആംഗിളിലേക്ക് അതിനെ ചരിച്ച് വയ്ക്കണമെന്ന് കണ്ടാൽ ആംഗിൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് 2 ടൂളുകളാണുള്ളത് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് നോർമൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളും പിന്നീട് ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളുമാണ് അതിനകത്തുള്ളത്. അടുത്ത ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗൺ ടൂളാണ്. അപ്പോൾ നമ്മൾ ഒരു പോളിഗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ പോളിഗൺ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, എത്ര സൈഡുകളാണ് അതിന് വേണ്ടത്. നമുക്ക് 6, 7 ഒക്കെ കൊടുക്കാം. സൈഡിനനുസരിച്ച് ഈ ഷേപ്പിൻ്റെയൊക്കെ പേരുകൾ മാറും. പോളിഗൺ, ഹെക്സഗൺ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നോർമലി അതറിയപ്പെടുന്ന പോളിഗൺ ടൂൾ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സൈസ് വേണം എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. പിന്നീട് ഇവിടെ ഡിഗ്രി, എത്ര ഡിഗ്രി വേണം എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് എന്നുള്ളത് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് വൈയും മറ്റേതുപോലെ തന്നെ സെൻറ്റർ പോയിൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി 500/500 കൊടുക്കാം. അതിനുശേഷം മറ്റുള്ള ടൂളുകൾ പോലെ തന്നെ ആംഗിൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 45 വേണമെങ്കിൽ 45 കൊടുക്കാം. അതല്ലെങ്കിൽ 0 ആംഗിൾ, നമുക്ക് ആംഗിളൊന്നും വേണ്ടെങ്കിൽ 0 തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് എത്ര വേണമെന്നുള്ളത്, റേഡിയസ് നമുക്ക് ആവശ്യമുള്ള അത്ര റേഡിയസ് ഇവിടെ കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സൈഡിൻ്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇവിടെ സൈഡിൻ്റെ എണ്ണം നമുക്ക് ഒരു 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട സർക്കിളായിട്ട് മാറും. പോളിഗണിനെ സൈഡുകളുടെ എണ്ണം കൂട്ടി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ഒരു സർക്കിളായിട്ട് മാറും. അത് നമ്മൾ ജിയോമെട്രിയിലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു 3 വേണമെങ്കിൽ ഇതൊരു ട്രയാങ്കിളായിട്ട് മാറും. 3 കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ 4 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റെക്റ്റാങ്കിളാക്കുക, ഒരു സ്ക്വയറായിട്ട് മാറും. 5 കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പോളിഗണായിട്ടും ഹെക്സഗണായിട്ടും ഒക്കെ നമുക്ക് ഒക്ടാഗൺ അങ്ങനെ ഓരോന്നിനും ഓരോ സൈഡ് കൂടുന്നതനുസരിച്ച് പേരുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ പേരുകൾക്കനുസരിച്ച് അതിൻ്റെ ഷേപ്പ്, ഇത്തരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവുന്നതാണ്. വളരെ സിമ്പിൾ ടൂളാണ്. പ്രത്യേകിച്ച് അതിനകത്തും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഇത്തരം ടൂളുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരത്തുള്ളൂ. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളിലൈൻ എന്നുള്ള ടൂളാണ്. അതിന് കുറച്ച് ഷോർട്ട് കട്ടും കീകളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുള്ളതുകൊണ്ട് ഈ ഒരു ആർക്കിന് ശേഷം നമുക്കത് കവർ ചെയ്യാം. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാനുള്ള, സ്റ്റാർ ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി അതൊരു ഓപ്ഷനായിട്ട് ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 5 പോയിൻറ്റുകളാണ്. ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ കൊടുത്ത പോലെ തന്നെ എത്ര ആംഗിളിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അത് നമ്മളിപ്പോൾ 0 തന്നെ കൊടുക്കുകയാണ്. അത് സെൻറ്റർ പോയിൻറ്റ് നമ്മൾ എല്ലായ്പ്പോഴത്തെ പോലെ 500/500 കൊടുത്തു. റേഡിയസ് ഓഫ് ഫസ്റ്റ് പോയിൻറ്റിൻ്റെ റേഡിയസ് അത് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിൻറ്റിൽ നിന്ന് അതിൻ്റെ പുറത്തെ പോയിൻറ്റ്, കോർണർ പോയിൻറ്റിലേക്ക് വരെയുള്ള ദൂരമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 500 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഒരു പുറത്തെ, അതായത് ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് ഇപ്പോൾ നമുക്ക് 500 എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് വരുന്നത്. അപ്പോൾ നമുക്ക് 300 കൊടുക്കാം. 300 കൊടുത്തതിന് ശേഷം അടുത്തത് റേഡിയസ് ഓഫ് സെക്കൻഡ് പോയിൻ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റേഡിയസ് ഓഫ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ പോയിൻറ്റിൽ നിന്നും ഇവിടെ വരെയുള്ള റേഡിയസാണ് എത്ര വേണമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ 150 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാണ് ഒരു സ്റ്റാർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ടൂളാണിത്. അത് പോളിഗൺ ടൂളിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള 2 ടൂളിലെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് കാണാൻ സാധിക്കും. ബൈ ഡിഫോൾട്ടായിട്ട് പോളിഗൺ ടൂളായിരിക്കും. നമുക്ക് ആദ്യം
വിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം സ്റ്റാർ ടൂളിലേക്ക് പോയി നമുക്ക് 5 സൈഡുള്ള സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എത്തുന്നു സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർ ടൂൾ എടുത്തു. 5 എന്നുള്ളത് 6, 7 ഒക്കെ നമുക്ക് കോർണറുള്ള സ്റ്റാറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 300 കൊടുത്തു. ഈ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 100 കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ പോയിൻറ്റിലേക്ക് നമ്മൾ 500 കൊടുത്തിട്ട് വെച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ടൂള് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ എത്ര ആരോ കാലുകളുള്ള സ്റ്റാറാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ ടൂളുകളാണ്. നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാവും. അടുത്ത ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ടൂളാണ്. ആർക്ക് ടൂളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സെൻറ്റർ, സ്റ്റാർട്ട്, എൻഡ് എന്നുള്ള രീതിക്കുള്ള ആർക്ക്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐക്കണായിട്ട് എങ്ങനെയായിരിക്കും ആ ടൂൾ വർക്കാവുന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആർക്ക് ടൂൾ എടുത്തിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് സ്റ്റാർട്ട് എൻഡ് പോയിൻ്റ് ആർക്ക്. സ്റ്റാർട്ട് എൻഡ് പോയിൻ്റ് ആർക്കാണ്. അതായത് സ്റ്റാർട്ട് പോയിൻറ്റും ഒരു എൻഡ് പോയിൻറ്റും പിന്നീട് നമ്മൾ ആ റേഡിയസിലേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റാർട്ട് എൻഡ് പോയിൻ്റ് ആർക്ക്. അതുപോലെ തന്നെ സെൻറ്റർ, സ്റ്റാർട്ട്, എൻഡ് എന്നുള്ളതുണ്ട്. ഇവിടെ വരുന്ന ആദ്യം നമ്മൾ സെൻറ്റർ ആയിരിക്കും കൊടുക്കുന്നത്. സെൻറ്റർ കൊടുത്തു. ഇതാണ് നമ്മുടെ സെൻറ്റർ പോയിൻറ്റ്. അതിനുശേഷം സ്റ്റാർട്ട് പോയിൻ്റ് കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് എൻഡ് പോയിൻ്റ് എവിടെയാണ് എൻഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിക്ക് ആർക്ക് വരയ്ക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അടുത്തത് പിന്നെ റേഡിയസ് സ്റ്റാർട്ട് എൻഡ് എത്രയാണോ റേഡിയസ് എത്രയാണെന്നുള്ളത് കൊടുക്കുക. റേഡിയസ് എത്രയാണെന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന റേഡിയസ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. റേഡിയസ് ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു 100 കൊടുക്കാം. 100 കൊടുത്തതിന് ശേഷം ഒരു 100 ആണ് ഈ ഒരു റേഡിയസ്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ലൈനിൻ്റെ എൻഡ് വരെയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 100 ആണ്. അതിനുശേഷം നമുക്ക് റേഡിയസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റാണ് സ്റ്റാർട്ട് പോയിൻ്റ്. അടുത്തതിന് ശേഷം എൻഡ് പോയിൻ്റ് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഒരു 100 ഉള്ള ഒരു ആർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്ലോക്ക് വൈസിൽ എല്ലാ ആർക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസിൽ വേണോ ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണോ എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേഡിയസ് 100 എന്നുള്ളത് കൊടുത്തു. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ്, എൻഡ് പോയിൻ്റ്, XY എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റത്തെ ഇത് കൊടുത്തിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് പോയിൻ്റ് ഒരു 500 കൊടുക്കാം. എൻഡ് പോയിൻ്റ് ഒരു 215 കൊടുക്കാം. അതിനുശേഷം പിന്നീട് ഇവിടെ സ്റ്റാർട്ട് പോയിൻ്റ്, എൻഡ് പോയിൻ്റ് എന്നുള്ളത് സെറ്റ് സ്റ്റാർട്ട് പോയിൻ്റ്, എൻഡ് പോയിൻ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 500 കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ പോയിൻ്റിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റെല്ലാ ഓപ്ഷനിലും ഉള്ളതുപോലെ തന്നെ റേഡിയസ് എൻഡ് പോയിൻ്റ്, സ്റ്റാർട്ട് പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് ആർക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷൻസാണ്. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ട്, എൻഡ് ആർക്കാണ്. മാനുവലിയാണ് നമ്മൾ പലപ്പോഴും ആർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന വാല്യൂസ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വേണ്ടുന്ന ഷേപ്പ് അനുസരിച്ച് മാനുവലി നമുക്ക് ആർക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചില വുഡൻ കാർവിങ്ങിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് ഇതുപോലെ ഒക്കെ വരച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആർക്ക് പോയിൻറ്റിനെ നമുക്ക് ഉപയോഗിക്കാം. ആർക്ക് പോയിൻ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള ലൈനുകൾ നമുക്ക് മാനുവലി ചെയ്യുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ടുള്ള ലൈനുകൾ നമുക്ക് ഈ ഒരു ഷേപ്പിലൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ലൈൻ ടൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആർക്ക് ടൂള്. ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ 3D വർക്കുകളൊക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആർക്ക് ടൂളും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. പക്ഷേ കൂടുതലും സമയങ്ങളിൽ നമ്മൾ മാനുവലായിട്ടുള്ള ആർക്കുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ആർക്ക് ടൂളും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ടൂളുകളെല്ലാം തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വർക്ക് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നത്. എല്ലാ ആൾക്കാരും ഇതിലേക്ക് ആരായാലും തന്നെ തുടക്കത്തിൽ വന്നിട്ടൊരു മാജിക്കും കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഒരു സോഫ്റ്റ്വെയർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. എല്ലാ ടൂളുകളും എത്രത്തോളം തവണ നിങ്ങൾക്ക് വേണ്ടുന്ന ടൂളുകൾ എത്രത്തോളം തവണ നിങ്ങൾ യൂസ് ചെയ്ത് വെറുതെ എന്തെങ്കിലും ഇമേജുകളൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കൂടി ട്രേസ് ചെയ്തും മറ്റുമൊക്കെ പഠിക്കുക. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ അതിനനുസരിച്ച് വഴങ്ങി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വർക്ക് ഫ്ലോ അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മുടെ ടൂളെന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിലൈൻ ടൂളാണ്. പോളിലൈൻ ടൂൾ ഞാൻ ലാസ്റ്റ് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോഡ് എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളും കൂടെ ഇൻവോൾവ് ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോളിലൈൻ ടൂള് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ഡയലോഗ് ബോക്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഡ്രോ സ്മൂത്ത് പോളിലൈൻ എന്നുള്ളത് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സ്മൂത്തായിട്ടുള്ള പോളിലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. സ്മൂത്ത് പോളിലൈൻസ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാറില്ല. ആഡ് ടു എക്സിസ്റ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഉള്ളൊരു ലൈനുമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അത് ക്രിയേറ്റ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് ആഡ് ടു എക്സിസ്റ്റിംഗ് ലൈൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ടു എക്സിസ്റ്റിംഗ് ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവിടെ ഒരു പ്ലസ് ഐക്കൺ വരും, അതിലേക്ക് അടുത്ത ഇതിലേക്ക് വരുന്ന സമയത്ത് അതിനുശേഷം ആഡ് എ പോയിൻ്റ് എവിടെയെങ്കിലും നമുക്ക് ഒരു പോയിൻ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിൻ്റ് എവിടെ ആയിരിക്കണം എന്നുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ഇത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കൂടുതൽ കടക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ഇത്രയുമാണ് സാധാരണഗതിയിൽ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആയിട്ടുള്ളത്. എന്നാൽ ഇതിൽ കുറേ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോഡ് എഡിറ്റിങ്ങിലേക്ക് പോയതിന് ശേഷം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു കാര്യങ്ങൾ ആണ് നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോ സ്മൂത്ത് ലൈൻ എന്നുള്ളത് ഞാൻ അൺചെക്ക് ചെയ്തിട്ടുണ്ട്. ആഡ് ടു എക്സിസ്റ്റിംഗ് ലൈൻ എന്നുള്ളതും ഞാനിപ്പോൾ നിലവിൽ അൺചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു കർവ് വരച്ചെടുക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ആർക്ക് ഉപയോഗിച്ച് ഈ കർവ് വരച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ അത് കുറച്ച് ഇവിടെ ഔട്ടറിലേക്ക് 2 ആർക്ക് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ സാധിക്കും. ഒരു ആർക്ക് ഇവിടെ വരെ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കും അതിനുശേഷം ഇത്രയും വേറൊരു ആർക്കും എന്നുള്ള രീതിക്ക് നമുക്കിത് ഈ ഒരു പോർഷൻ വരച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഞാനിവിടെ ലൈൻ ടൂൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ ലൈൻ ടൂൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിലേക്ക്, അതായത് ഇത്രയും പോർഷൻ്റെ കർവ് വരേണ്ടതുകൊണ്ട് ഈ ഒരു പോയിൻറ്റിലേക്ക് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്, ബ്ലാക്ക് ബാക്കിലുണ്ടായതുകൊണ്ടാണ് വിസിബിൾ ആവാത്തത്. അതിനുശേഷം ഈ ഒരു പോയിൻറ്റിലേക്ക് അടുത്ത ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടേക്ക് മൂന്നാമത് ഒരു പോയിൻ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഈ ലൈൻ ടൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ N എന്ന കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടേക്ക് പോയി നോഡ് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നോട്ട്സുകളായിട്ട്, അതായത് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഇവിടുത്തെ ഒരു പോയിൻ്റ്, സെക്കൻഡ് ഈ ഒരു പോയിൻ്റ്, അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റൊക്കെ ഓരോ നോഡുകളായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ഇവിടെ ആക്റ്റീവ്. അപ്പോൾ ഓരോ നോഡുകളെ നമ്മൾ ആദ്യം ഒന്ന് സ്മൂത്ത് ആക്കുകയാണ്. എസ് എന്ന കീ പ്രസ് ചെയ്തുകൊണ്ട്, ഷോർട്ട് കട്ട് ഇതിൻ്റെ എസ് ആണ്. എസ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്മൂത്താക്കി കഴിഞ്ഞാൽ കണ്ടോ ഏകദേശം ആ ഒരു ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിലേക്കൊരു ഷേപ്പിലേക്ക് ഓൾറെഡി സ്മൂത്ത് ആക്കിയപ്പോൾ തന്നെ നമുക്ക് വന്നു. ഇനി വളരെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക്, അതായത്
ഈ ഒരു ലൈനെ ഇവിടേക്ക് വലിച്ചു വയ്ക്കുന്നു. ജസ്റ്റ് ഈ ഒരു നോഡിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് നോഡിനെ ഒന്ന് കുറച്ച് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈ ഒരു ആർക്ക് ഒരു സ്യൂട്ടാവാതെ എന്ന പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നോഡിലുള്ള 2 കൺട്രോൾ പോയിൻറ്റുകളെ കൺട്രോൾ വെർട്ടെക്സുകളെ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഈ ഒരു സർഫസിന് മാച്ചിങ് ആയിട്ടുള്ളൊരു സ്മൂത്ത് ലൈനായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. അതാണ് ഈ ഒരു ലൈൻ ടൂളിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഷേപ്പിനനുസൃതമായിട്ടുള്ള ഒരു സ്മൂത്തായിട്ടുള്ളൊരു ലൈൻ അല്ലെങ്കിൽ ഒരു വെക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ലൈൻ ടൂൾ കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ അടുത്ത ഒരു ഏരിയ ഇതുപോലെ തന്നെ ഇവിടേക്ക് ഒരു പോയിൻ്റ് പ്ലേസ് ചെയ്യുന്നു, ഇവിടെ 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 ഒരു പോയിൻ്റ് പ്ലേസ് ചെയ്യുന്നു. ജസ്റ്റ് 1 2 3 4 പോയിൻ്റുകളാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തത്. അതിനുശേഷം ജസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. ക്ലിക്ക് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് പോകുന്നു. ഓരോ നോഡുകളെയും നമ്മൾ അടിച്ചുകൊണ്ട് സ്മൂത്താക്കുന്നു. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് എല്ലാ ലൈനുകളെയും സ്മൂത്താക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ നോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണമെന്നുള്ളൊരു ധാരണ കിട്ടും. ഇവിടെ നമ്മളിതിനെ കറക്റ്റ് ചെയ്യുന്നു, ഈ നോഡിനെ കറക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു നോഡിനെ പിടിച്ച് പുറത്തേക്ക് വെച്ചുകൊണ്ട് ഈ ഒരു ആർക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഈ നോഡിനെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വെച്ചിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ ഈ ഒരു പോർഷനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും ജസ്റ്റ് ഈ ഒരു നോഡിനെ ജസ്റ്റ് ഇങ്ങനൊന്ന് പ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ആർക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിയേ, ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിച്ചു. ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്, അത് നമുക്ക് കാര്യമാക്കേണ്ട. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലേക്ക് പോകുന്ന രീതിക്കാണ് നമ്മൾ 3D ചെയ്ത് വരുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് വിസിബിളായിട്ട് വരത്തില്ല. നമുക്ക് പുറത്ത്, അതായത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്ന എഡ്ജുകളാണ് ഏറ്റവും സ്മൂത്തായിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, ഇവിടുന്ന് ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ലൈൻ നമുക്ക് ഈ ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു 3Dയിലേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലൊരു വുഡൺ കാർവിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു വുഡൺ ഫ്ലവറോ ഇല്ലേ എന്തെങ്കിലും ഒരു ഇതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ഈ ലൈൻ ടൂൾ എന്ന് പറയുന്നത്. ഇതല്ലാതെ തന്നെ പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലൈനുകളെയും മറ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ 3D ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആർട്ട് ക്യാമിൽ തന്നെയുള്ള ലൈനുകളെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് ആർട്ട് ക്യാമിൽ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ടത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഷേപ്പിനെ നമ്മളിവിടെ വരച്ചെടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റി. അതുപോലെ തന്നെ 3D ഒക്കെ ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇതിൻ്റെ ക്രോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ 3Dയുടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിനെ നമുക്കൊരു 3D ആക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയും കൂടി ഞാനിത് വരച്ചുകൊണ്ട് ഈ ഒരു ഡ്രോയിങ് ടൂളുകൾ എന്നുള്ളൊരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആക്കാം. അതായത് ഒരു 3 ലൈൻ വരച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് നോഡ് എഡിറ്ററിലേക്ക് പോകുന്നു. ഓരോ നോഡുകളെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്മൂത്ത് ആക്കുന്നു. കറക്റ്റായിട്ട് അതിനെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെയുള്ളൊരു ലൈൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് ലൈൻ ടൂളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ ഷേപ്പുകളെയും, വേറൊരു ടൂൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടുന്ന എല്ലാ ഷേപ്പുകളെയും ഈ ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക്
ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ലൈൻ ടൂളിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൂളും ഈ ഡ്രോയിങ് ടൂൾ, ലൈൻ ടൂൾ തന്നെയാണ്. ഇതിൽ ഇൻസർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നോഡുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഇതിനെ ഒരു 3D ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഓപ്ഷനിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻഡെപ്ത് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിരിക്കുന്ന ടൂളുകളെന്ന് പറയുന്നത് ഈ ഡ്രോയിങ് ടൂളുകളാണ്. എങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കാം, എങ്ങനെ സർക്കിൾ വരയ്ക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു പോളിഗൺ അല്ലെങ്കിൽ ഒരു സ്റ്റാർ വരയ്ക്കാം, ആർക്ക് വരയ്ക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു പോളിഗൺ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പാത്തുകളെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ട്രേസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് എടുക്കാമെന്നുള്ളതിനെ പറ്റിയും ആണ് ഈ ഒരു സീരീസിൽ, ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. എല്ലാ ടൂളുകളും ഇതിൽ കവർ ചെയ്യുന്ന ഒരു ഓർഡറിൽ തന്നെ കവർ ചെയ്ത് പോകണം എന്നൊരു നിർബന്ധത്തിലല്ല ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. കാരണം അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ടൂളുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 എന്നുള്ളൊരു ഓർഡറിൽ ആയിരിക്കത്തില്ല ടൂളുകൾ പറഞ്ഞു പോകുന്നത്. ഓരോ ഫങ്ഷൻസും യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ഈ മോഡലുകളും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെ ആ ഒരു ടൂളിനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്ന കാണുമ്പോൾ ഈ ടൂളുകളിലെല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള ടൂളുകളാണ് എന്നുള്ള ഡൗട്ടൊക്കെ വരാം. അതൊക്കെ ഓരോ ഡിസൈനുകൾ അല്ലെങ്കിൽ ഓരോ ഡ്രോയിങ്ങുകൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതൊക്കെ ആവശ്യം വരുന്ന മുറയ്ക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബിഗർ ട്യൂട്ടോറിയൽ എന്നുള്ള ലെവലിൽ എന്നതിലുപരി എങ്ങനെ ഇതൊരു വർക്ക് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയൽ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് മോഡലുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യത്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. ഈ ഡ്രോയിങ് ടൂളുകളെല്ലാം തന്നെ നിങ്ങൾ വീണ്ടും യൂസ് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ഫങ്ഷൻസുകൾ വരച്ച് പഠിക്കുക, യൂസ് ചെയ്ത് പഠിക്കുക. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് വർക്കാവുന്നത് എന്നുള്ള ഓരോ ടൂളുകളും നോക്കി പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 4-5 ടൂളുകളാണ് ഇത്. അതിലേറ്റവും കൂടുതൽ ഉപയോഗമുള്ള ടൂളുകളാണ് പോളിലൈൻ എന്നുള്ള ടൂൾ. അതും ഒരു ഇമേജ് ൻ്റെ മുകളിൽ ട്രേസ് ചെയ്ത് വരച്ച് പഠിക്കുക. ഇമേജ് എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും. അതിന് വേണ്ടിയിട്ട് ഫയല് ന്യൂ എടുത്തതിന് ശേഷം മോഡൽ ഫ്രം ഇമേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. സാധാരണഗതിയിൽ 3D കൊടുത്തു കഴിഞ്ഞാൽ 3D ഒരു ഇമേജായിട്ട് ക്രിയേറ്റ് ആകുന്ന. ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3D ഒരു ഇമേജ് ക്രിയേറ്റ് ആയി പോകും. അതിനുശേഷം നിങ്ങൾ 2Dയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2D വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇമേജിനെ നിങ്ങൾ ട്രേസ് ചെയ്ത്, അതായത് പോളിലൈൻ ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് പഠിക്കുക, പരമാവധി ട്രേസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ഒരു 3D മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.